RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന രണ്ടാമത്തെ അട്ടിമറിയെ കുറിച്ചാണ്. ഇന്നലെ രാവിലെ പുലർച്ചെ നടന്ന അട്ടിമറിയെ കുറിച്ചാണ്. അട്ടിമറി എന്ന് പറയാൻ പറ്റില്ല, എന്താ പറഞ്ഞാൽ വേൾഡ് റാങ്കിങ്ങിൽ 10 റാങ്കിലുള്ള രണ്ട് ടീമുകളാണ്. അപ്പൊ എന്തായാലും അട്ടിമറി എന്നൊന്നും പറയാൻ പറ്റില്ല. മൊറോക്കോ ഗംഭീരമായി കളിച്ചു, അവര് അർഹിച്ച വിജയം നേടി തന്നെ. പക്ഷെ അത് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ പോകേണ്ടി വന്നു. അതിന് മുമ്പൊക്കെ തീരണ്ടായിരുന്നു. പക്ഷെ നെതർലാൻഡ് ഗോൾ കീപ്പറിന്റെ ഒരു പ്രകടനം ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഇന്നലെ മൊറോക്കോയ്ക്ക് വിജയം തടഞ്ഞു വെച്ചെന്നുള്ളതാണ്. പിന്നെ അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ നമ്മുടെ ഈ ഗോൾ കീപ്പറുടെ ആ ഒരു മികവില് എന്താണ് മൊറോക്കോ അടുത്ത റൗണ്ടിലേക്ക് കയറാണ്. നെതർലാൻഡ് ഈ സീസണിൽ ഈ വേൾഡ് കപ്പിൽ അവർ ചാമ്പ്യന്മാരാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് വിലയിരുത്താണ്. പക്ഷേ നെതർലാൻഡ് പുറത്തു പോവുകയാണ്. വേൾഡ് റാങ്കിൽ 10ാം സ്ഥാനത്തുള്ള രണ്ട് ടീമുകളാണ്. പക്ഷേ മൊറോക്കോ ഈ അടുത്ത കാലത്താണ് മൊറോക്കോയുടെ എന്താ പറയുക ഗോൾഡൻ ജനറേഷൻ തന്നെയാണ്. അവർ ഫുട്ബോൾ വേൾഡ് കപ്പുകളിൽ കഴിഞ്ഞ പ്രാവശ്യം സെമിയിലെത്തിയ ജർമ്മനിയും ഫ്രാൻസ് സ്പെയിനെയൊക്കെ നെട്ടിച്ചുകൊണ്ട് അവര് ഒരു കുതിപ്പ് തുടങ്ങിയിരിക്കും വേൾഡ് കപ്പ്. എന്താ പറഞ്ഞാൽ അവരുടെ യുവത്വം ആ ഫുട്ബോൾ പല രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കളിച്ചു വന്ന് മൊറോക്കോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദേശീയ ടീമിന് കളിക്കണം. അതിൽ ഏകദേശം ഒരു 11-14 പ്ലേയേഴ്സ് മൊറോക്കോയിൽ ജനിക്കാത്ത പ്ലേയേഴ്സ് ആണെന്നുള്ള കാര്യമാണ്. പക്ഷേ മൊറോക്കന്റെ വംശകരായ ഇവര് മൊറോക്കോയ്ക്ക് വേണ്ടി ഇപ്പോൾ കളിക്കണം. അപ്പൊ എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ട പ്രതീക്ഷയിലാണ് രാവിലെ ഉറക്കൊഴിച്ചിരുന്ന് കളി കാണാൻ തുടങ്ങിയത്. പക്ഷെ കളി മുതലായി തന്നെ പറയാം. എന്താ പറഞ്ഞാൽ ആധിപത്യം തന്നെയായിരുന്നു മൊറോക്കോയുടെ. എന്താണ് നെതർലാൻഡിന് പറ്റിയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ പറയാൻ പറ്റുള്ളൂ. നെതർലാൻഡിന്റെ കോച്ചിന് പഴിച്ചു, കൂമാന് പഴിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നെതർലാൻഡ് വേൾഡ് കപ്പിൽ ഇത്രയും മത്സരങ്ങൾ കളിച്ച ശൈലി നോക്കിക്കഴിഞ്ഞാൽ 4-2-3-1 എന്ന ശൈലിയിലായിരുന്നു. അതിൽ 10 ഗോളുകൾ അടിച്ചു കൂട്ടി. അപ്പൊ 4 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ ഈ 3 മത്സരങ്ങളിൽ നിന്ന്. അതിപ്പോ സ്വാഭാവികമാണ്, ഗോൾ സ്കോർ ചെയ്യുന്ന ടീമുകൾക്ക് എതിരെയും ഗോൾ വഴങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോർമേഷനിൽ നിന്ന് പെട്ടെന്ന് 5-2-2-1 എന്ന ഫോർമേഷനിലേക്ക് വന്നു. മൊറോക്കോ പോലെ ഒരു ടീമിനോട് ഈ ആക്രമണത്തിന് പകരം ആക്രമണം എന്ന് പറയില്ല, അങ്ങനെ കളിക്കണമായിരുന്നു. പക്ഷെ ഇവര് ആക്രമണത്തിന് പ്രതിരോധത്തിലൂടെ നേരിട്ടിട്ട് എന്താണ് ഈ കൗണ്ടറിലൂടെ അങ്ങനെ ഗോൾ നേടാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അതിന് എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ തുടങ്ങിയ മൊറോക്കോന്റെ കിടിലൻ അറ്റാക്കിങ് കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിന് മറുപണിയായിട്ട് ഗാക്പോക്കിലൂടെ ആദ്യ ഗോൾ നേടുന്നത് നെതർലാൻഡാണ്. അതെല്ലാം സംഭവിച്ചു. പക്ഷെ 90ാം മിനിറ്റ് ഇഞ്ചുറി ടൈമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിയോപ്പിന്റെ ഒരു കിടിലൻ ഹെഡർ, അതിലൂടെ മൊറോക്കോ തിരിച്ചു വരികയാണ്. പിന്നെ എക്സ്ട്രാ ടൈം ഒക്കെ ആയിരിക്കും. മൊറോക്കോന്റെ ചെറിയ ചെറിയ പിള്ളേരാ, പക്ഷെ അവര് ടയർഡ് ആവുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കരുത്ത് എന്നുള്ള ഒരു തന്നെയാണ് തോന്നുന്നത്. എന്താ പറഞ്ഞാൽ നെതർലാൻഡ് പ്ലേയേഴ്സ് ഒക്കെ ടയർഡായി തുടങ്ങി ഗ്രൗണ്ടിൽ. അവര് അതിൽ പൊസിഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റും. വളരെ തുച്ഛമായ പൊസിഷനും അതേപോലെ പാസുകളൊക്കെ നെതർലാൻഡ് ഭാഗത്ത് ഭയങ്കര കുറവാണ്. എന്താ പറയുക, ഈ ഒരു ടാക്ടിക്സിൽ വരുത്തിയ മാറ്റം തന്നെ ആ ടീം മൊത്തമായിട്ട് പാടി എന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പിൽ മറ്റേ ചങ്ങായി പ്രവചിച്ചു, നെതർലാൻഡാണ് ഈ വേൾഡ് കപ്പ് അടിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ബ്രസീലിനെ ജപ്പാന് എന്താ അട്ടിമറിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എന്നിട്ട് ഈ ചങ്ങായി ഇപ്പോ ശൂന്യാകാശത്താണ്, എയറിലാണ്. പക്ഷെ ഈ ചങ്ങായി അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ 32 ടീമുകളിൽ 48 ടീം ആക്കിയത് വേൾഡ് കപ്പിൽ. എനിക്ക് തോന്നുന്നു ഈ 32 ടീം വെച്ചിട്ടാണ് ഈ ചങ്ങായി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 48 ടീമുകളിൽ ഈ കുഞ്ഞൻ ടീമുകളൊന്നും വന്നത് ഈ ചങ്ങായി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും മൂപ്പര് മുകളിലാണ്. ഇനി ബഹിരാകാശത്ത് എന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇനി ഒരുത്തനും കൂടിയാണ് മന്ത്രവാദി. അതിങ്ങനെ അടുത്ത കളിയോടുകൂടി തീരുമാനമായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ പ്രവചിക്കാം. പക്ഷെ അതൊക്കെ അച്ചട്ട് ശരിയാവണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫുട്ബോൾ കളി നടത്തണോ? വേണ്ടല്ലോ, അങ്ങോട്ട് ട്രോഫി എടുത്തു കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അങ്ങനെ നെതർലാൻഡ് എന്താ പറഞ്ഞാൽ നെതർലാൻഡ് കുഴിച്ച കുഴി തന്നെ നെതർലാൻഡ് വീണു, അല്ലെങ്കിൽ നെതർലാൻഡ് കോച്ച് കൂമാൻ കുഴിച്ച കുഴിയിൽ നെതർലാൻഡ് വീണു തന്നെ പറയാം. ഇത്ര കളിയിൽ കണ്ട നെതർലാൻഡിനെ എല്ലാം കാണാൻ പറ്റിയത്. മൊറോക്കോയ്ക്ക് മുന്നിൽ ഡിഫൻസീവായി കളിക്കുന്ന നെതർലാൻഡിനെ കാണാൻ പറ്റും. മൊറോക്കോയുടെ അറ്റാക്കിംഗ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ ഹക്കീമിയുടെയും നമ്മുടെ സ്ട്രൈക്കറിന്റെ ഒക്കെ ആ ഒരു കിക്കുകളുണ്ട്, ഗോൾ കീപ്പർ. അതേപോലെ ഗോൾ കീപ്പർ തന്നെയാണ് രക്ഷകനായത് ആ ഒരു 96ാം മിനിറ്റിൽ. എന്റെ പൊന്നോ, ആ ഒരു സേവ്! ഇത് വേൾഡ് കപ്പ് ടൂർണമെന്റ് ഓഫ് ദി സേവ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഫ്രാൻസ് അർജന്റീനയ്ക്കെതിരായ എമി മാർട്ടിനസിന്റെ ആ ഒരു എന്താണ് 113ാം മിനിറ്റിൽ ഒരു സേവ് ഉണ്ട്, കാലുണ്ട്. അത് ഇന്നും അർജന്റീന ആരാധകരും ഫ്രാൻസ് ആരാധകരും മറന്നിട്ടുണ്ടായിരുന്നു. ഫുട്ബോളിലൊന്നും തന്നെ മറന്നിട്ടില്ല. അതേപോലെ സേവ് ആയിരുന്നു ആ ഒരു 96ാം മിനിറ്റിൽ അടിച്ചത്. ആ ഒരു ഗോൾ കയറുകയാണെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്കൊന്നും അല്ല, പെനാൽറ്റിയിലേക്കൊന്നും പോവാതെ തന്നെ മൊറോക്കോ ജയിച്ചിട്ടുണ്ടാവും. ആധിപത്യം മൊറോക്കോന്റെ കൈ തന്നെയായിരുന്നു. കളിയും അതേപോലെ കളിമികവും ഒക്കെ മൊറോക്കോ ഏറ്റെടുത്തപ്പോൾ ശരിക്കും നെതർലാൻഡ് എന്താ പറയാ, നെതർലാൻഡ് ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസിലൂടെയും അതേപോലെ തന്നെ കൗണ്ടറൊക്കെ ഗോൾ നേടാന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും വില പോയില്ല. അങ്ങനെ പൊരുതി തോറ്റു എന്ന് വരെ പറയാനില്ല. എന്താ പറയുക, നമുക്ക് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് വേൾഡ് കപ്പിൽ ഈ നോക്കൌട്ട് റൗണ്ടിൽ എത്തുമ്പോൾ ഇവരുടെ ഒരു പെനാൾട്ടി ശാപം ഇനിയും മാറിയിട്ടില്ല. 2014 അർജന്റീനയ്ക്കെതിരെ അന്ന് സെമിയിലാണ് തോന്നുന്നത്. 2014ലും 2022ലും അർജന്റീനയാണ് ഇവർക്ക് പെനാൽറ്റിയിൽ വില്ലന്മാരെ വന്നത്. 2014 നോക്കുകയാണെങ്കിൽ അത് സെമി ഫൈനലിലായിരുന്നു. 0-0 എന്ന സ്കോർ ലൈനിൽ പോയിട്ട് അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിക്കുകയായിരുന്നു. അതിനുശേഷം 2022 അർജന്റീന സെമി ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത്. അതിൽ ആദ്യ 2 ഗോൾ ലീഡിന് അർജന്റീന പോവാണ്. പിന്നെ എന്താണ് ഇഞ്ചുറി ടൈം ആവണതിന് മുമ്പ് 90 മിനിറ്റിൽ കഴിയുന്നതിന് മുമ്പ് 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ആ ഒരു രണ്ടാമത്തെ ഗോൾ വരുന്നത്. അങ്ങനെ 2-2 സമനിലയും എക്സ്ട്രാ ടൈമിലും പോവാണ്. അവിടെ ആരും ഗോൾ അടിക്കുന്നില്ല. പിന്നെ വീണ്ടും പെനാൽറ്റിയിൽ എമി മാർട്ടിനസിന്റെ കിടിലൻ സേവുകളിൽ അങ്ങനെ വീണ്ടും അർജന്റീന ഫൈനലിലേക്ക് കയറുമ്പോൾ നെതർലാൻഡ് വീണ്ടും കണ്ണീരൊഴുക്കാണ് ഈ പെനാൽറ്റിയിൽ.
ഇവരുടെ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് റെക്കോർഡുകൾ ഈ പെനാൽറ്റിയിൽ നിന്ന് പുറത്തായ ഒരു റെക്കോർഡുണ്ട്. അപ്പോൾ ആഴ്സണലാണ് ശരിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ എന്താണോ അതാണ് ഇവിടെ വേൾഡ് കപ്പിന്റെ രാജ്യാന്തര മത്സരങ്ങൾ വരുമ്പോൾ നെതർലാൻഡ് അത്രയും ഭാഗ്യമില്ലാത്തൊരു ടീം എന്ന് പറഞ്ഞാൽ അത്രയും സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, അത്രയും പ്ലേയേഴ്സ് ഉണ്ട്, എമാതിരി ഇതുണ്ട്. പക്ഷെ ഇന്നലത്തെ ആ ഒരൊറ്റ ചേഞ്ച്, ആ ഒരു കോച്ചിന്റെ ഒരു ഒറ്റ ടാക്ടിക്സ് എന്താണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഡിഫൻസീവായി കളിച്ചിട്ട് അവസാനം അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. പക്ഷെ അവസാനം ആകുമ്പോഴേക്കും നെതർലാൻഡ് ടീമിന്റെ എല്ലാ ചങ്ങായിമാരുടെയും എന്താ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ആ ഗ്രൗണ്ടിൽ നടക്കുകയായിരുന്നു. അപ്പോഴും മൊറോക്കോയുടെ ആ ചുണക്കുട്ടികൾ എന്താ പറയാ അങ്ങനെ പൊരുതാന്ന് പറയില്ല, അവർക്ക് അടുത്ത ഗോൾ അടിച്ച് വിജയിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാല് ഗോൾ കീപ്പർ നെതർലാൻഡിന്റെ ഒന്നും പറയാനില്ല. വെറുതെ അല്ല റയൽ മഡ്രിഡ് കോർട്ടുവയ്ക്ക് പകരക്കാരനായിട്ട് ഈ ചങ്ങായി ചൂസ് ചെയ്യുന്നുള്ള വെറുതെ അല്ല, ചങ്ങായി ഗംഭീര പെർഫോമൻസ് നടന്നു. ശരിക്കും ഈ വേൾഡ് കപ്പിൽ പറഞ്ഞാൽ ആഫ്രിക്കക്കാരുടെ ഒരു കരുത്ത് കാണിച്ച വേൾഡ് കപ്പ് എന്ന് പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് 10 രാജ്യങ്ങളാണ് വന്നത്. അതിൽ 48 ടീമുകളിൽ 10 രാജ്യങ്ങളിൽ 9 രാജ്യങ്ങളും അടുത്ത നോക്കൌട്ട് റൗണ്ടിൽ ഉണ്ടെന്നാണ്. അപ്പൊ എന്തായാലും മൊറോക്കോയും ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പൊ എന്തായാലും മൊറോക്കോ കരുതി തന്നെയാണ്. ഈ ആ ഗ്രൂപ്പിൽ എത്ര മരണക്കളി, ഇനിയിപ്പോ ഫ്രാൻസ് അല്ല ഇനി ആര് വന്നാലും അവര് എന്തായാലും നെഞ്ഞും വിരിച്ച് എന്തായാലും സെമി ഫൈനലിലേക്ക് എത്താനുള്ള ഉണ്ട്. അതിന് യാതൊരു സംശയമില്ല. അതിനുള്ള പോരാട്ട വീര്യം, അതിനുള്ള പിള്ളേർ അവിടെ ഉണ്ട്. ഇറങ്ങുന്ന പിള്ളേരൊക്കെ എമ്മാതിരി കളിയോടോ, ഒന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റേതിറങ്ങുമ്പോൾ അതിനേക്കാളും ബെറ്റർ. അപ്പോൾ നെതർലാൻഡ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ചുരുങ്ങിയത് ഒരു സെമി ഫൈനലിലെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇവരുടെ നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനെതിരെ സമനില, അങ്ങനെ ഒരു എന്താ പറയാ താരതമ്യേന ചില ടീമുകൾക്കെതിരെ ഗോൾ അടിച്ച് കൂട്ടുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ്, ഒരു സ്ഥിരതയില്ലാത്ത പെർഫോമൻസ്. അപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നെതർലാൻഡും ജർമ്മനിയും വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി ഏതൊക്കെ വമ്പന്മാരാണ് അട്ടിമറിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന ഈ റൗണ്ട് ഓഫ് 32 നിന്ന് പുറത്തു പോകുന്നത് നമ്മൾ കാത്തിരുന്ന് കാണാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് നെതർലാൻഡ് അടിക്കുന്നതാണ്. പക്ഷേ ആദ്യ പെനാൽറ്റി തന്നെ മൊറോക്കോയുടെ മിസ്സാണ്. പിന്നെ ഒരു തിരിച്ചുവരവാണ് കണ്ടത്. അതിനുശേഷം നെതർലാൻഡ് 2 കിക്കുകൾ മിസ്സാവുന്നു. 3 കിക്കുകൾ മിസ്സാവുമ്പോൾ ഹക്കീമി മൊറോക്കോയ്ക്ക് വേണ്ടി ഒരു കിക്ക് മിസ്സാക്കുകയാണ്. അത് കഴിഞ്ഞ ജർമ്മനി മത്സരത്തിൽ നോക്കി കഴിഞ്ഞാൽ പുറത്തടിച്ച് കളിയാണെങ്കിൽ ഇതിൽ 3ഓളം ബോളുകളാണ് ബാറിൽ കൊണ്ടുപോയിരിക്കുന്നതാണ്. അതേപോലെ യാസീൻ എന്ന് പറയുന്ന മൊറോക്കോന്റെ ആ എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പർ, ആ ചങ്ങായി അവസാനം ആ ഒരു കൈ കൊണ്ടുള്ള സേവ് ഉണ്ടല്ലോ, ഗംഭീരം, ഒന്നും പറയാനില്ല എന്ന് പറയാ, ഒന്നും പറയാനില്ല. അമ്മാതിരി സേവ് ആയിരുന്നു. ആ ഗോൾ കീപ്പർ ആ ഒരു കിക്ക് എടുക്കുന്ന പ്ലെയറിന്റെ മൈൻഡ് ഗെയിം അത് വാച്ച് ചെയ്തിട്ട് അത്രയും കൃത്യമായിട്ട് ആ ഒരു സേവ് ഉണ്ടല്ലോ, ഗംഭീരം. ഡൈവൊന്നും ചെയ്യില്ല, അവിടെ തന്നെ നിന്ന് കൈകൊണ്ട് തടുക്കാണ്. സ്പൈഡർമാനൊക്കെ മറ്റേ ഇത് പിടിക്കില്ല, അതേപോലെ ടക്കുന്നൊരു പിടുത്തം. നെതർലാൻഡിൽ കളിച്ചു വളർന്ന സൈബാരി തന്നെയാണ് അവസാന കിക്ക് എടുക്കുന്നത്, അതും നെതർലാൻഡിനെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോ ഇതങ്ങനെ ഈ അടുത്ത കാലത്താണ് മൊറോക്കൻ ദേശീയ ടീമിൽ വരുന്നത്. അതേപോലെ ഗംഭീര ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറെ ക്ലബ്ബുകൾ ആളുടെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോകാം. സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ 7 ഷോട്ടുകളാണ് നെതർലാൻഡ് എടുത്തുള്ളൂ. അതിൽ ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം മാത്രമാണ്. മൊറോക്കന്റെ കാര്യം നോക്കിയാൽ 12 ഷോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഉള്ളതാണ്. 30% പൊസിഷൻ മാത്രമേ നെതർലാൻഡ് ഭാഗത്തുണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 70% പൊസിഷൻ ഉണ്ടായിരുന്നു. 356 പാസുകൾ മാത്രം നെതർലാൻഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അത് ഈ ഒരു പൊസിഷൻ ആ ഒരു എന്താണ് ഒരു ലൈനപ്പ് ഉണ്ടല്ലോ, ആ ലൈനപ്പിന്റെ പ്രശ്നം തന്നെയാണ്. 5-2-2-1 എന്ന ലൈനപ്പിന്റെ. അതേപോലെ മൊറോക്കോന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 780 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 81% പാസിംഗെ കുറിച്ച് മാത്രം നെതർലാൻഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. മൊറോക്കോന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 92% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നു. 18 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 ഫൗളുകൾ. എന്താ പറയുക, തുടക്കം മുതലേ ചിലപ്പോൾ 1-2 റെക്കോർഡൊക്കെ എടുക്കുന്നു വിചാരിച്ചു. ആ ഫസ്റ്റ് മത്സരം ചെയ്ത റഫറി ആണെങ്കിൽ ചിലപ്പോൾ 1-2 റെക്കോർഡ് എടുത്തിട്ടുണ്ടാവും. അത്രയും ഫിസിക്കൽ ഗെയിം 2 ടീമുകൾ കളിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ നെതർലാൻഡിന്റെ കളി അറിയാലോ, പക്ഷെ അതിനനുസരിച്ച് മൊറോക്കോയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യെല്ലോ കാർഡ് ആകെ കിട്ടിയത് എന്നിട്ട് മൊറോക്കോയ്ക്ക് ഒരൊറ്റ യെല്ലോ കാർഡാണ്. അങ്ങനെ 5 കോർണേഴ്സ് നെതർലാൻഡ് വിൻ ചെയ്തപ്പോൾ മൊറോക്കോ 8 കോർണേഴ്സ് വിൻ ചെയ്തു. അങ്ങനെ വിരോചിതമായ 2 അട്ടിമറികൾ നടന്നിട്ട് വേൾഡ് കപ്പ് പുതിയ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് അട്ടിമറി നടക്കാൻ പോകുന്നത് നമുക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ റൗണ്ട് ഓഫ് 32 എന്തായാലും തീപ്പാറെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇത്രയും ഇതാണെങ്കിൽ കുഞ്ഞൻ ടീമുകൾ ഇനിയും അത്ഭുതങ്ങൾ കാണിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഇനി റൗണ്ട് ഓഫ് 32 നിന്ന് പുറത്താവാൻ പോകുന്ന വമ്പന്മാർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.